നമുക്കറിയാം സിവിൽ മേഖലയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു ടേമാണ് ബിം, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്. കുറച്ച് കാലം മുമ്പേ ഓട്ടോകാഡ്, ഓട്ടോഡെസ്ക്, അങ്ങനെ കുറേ പേരുകൾ ഇപ്പം ഒരു 2010 മുതലുള്ള സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിം. എന്താണ് ബിമ്മിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് ബിം ഇത്രയും ഫേമസ് ആയത്, അത് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ കുറച്ച് കാലം മുമ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഡിസൈനേഴ്സൊക്കെ, ഇപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് ഡിസൈനേഴ്സൊക്കെ ഒരു വലിയ പേപ്പറിൽ ആണ് നമ്മൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ വരച്ച് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവരെന്തെങ്കിലും അഡീഷണലി അവരെന്തെങ്കിലും മാറ്റങ്ങൾ പറയും. ജസ്റ്റ് എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്, ഇതിങ്ങനെ മാറ്റിക്കൊണ്ടുവരും. അപ്പോൾ അവർ അത് ഒരു ദിവസം എടുത്ത് വരച്ച് കൊണ്ടുവന്ന ഡാറ്റ ആയിരിക്കും. അത് പെട്ടെന്ന് ചെറിയൊരു മാറ്റത്തിന് വേണ്ടി മാത്രം വീണ്ടും റീഡ്രോ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഓഫ് റീഡ്രോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഡിസൈനേഴ്സ്, ഐ മീൻ വരയ്ക്കുന്ന ആളുകളൊക്കെ, നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സൊക്കെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആകാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ളൊരു സ്റ്റേജ് എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ചിന്തയിലേക്ക് നോക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച്, ഐ മീൻ ഒരുപാട് കാലത്തെ എന്താ പറയുക ഡെവലപ്മെൻ്റ് ആണ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ വന്നത് ഇപ്പം. അപ്പം ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ അതിൻ്റെ ഡിസൈനിങ് സ്റ്റേജ് മുതൽ അതെങ്ങനെ എൻഡ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ബിൽഡിങ് എന്താ പറയുക ഇനീഷ്യലി അതിൻ്റെ ഡിസൈൻ തുടങ്ങി ആ ഡിമോളിസേഷൻ സ്റ്റേജ് വരെ, അത് ഏറ്റവും പൊളിക്കുന്ന സ്റ്റേജ് വരെ നമുക്ക് കംപ്ലീറ്റ്ലി പ്രോസസ്സ് ബിമ്മിൻ്റെ അകത്തൂടെ 3D മോഡലിംഗ് ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന്, ഇതുപോലെ മൾട്ടിപ്പിൾ ഡ്രോയും റീഡ്രോയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഏറ്റവും ടൈം കുറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ ഡിസൈനും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് മേഖല വലിയൊരു വിപ്ലവമായിരുന്നു ബിം എന്ന് പറഞ്ഞ കോഴ്സ് തന്നെ. അതുകൊണ്ട് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഈ ബിം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. അപ്പോൾ എൻട്രിയിൽ നമ്മളിപ്പോൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യാൻ കാരണം ഓൾറെഡി നമുക്കറിയാം ക്വാണ്ടിറ്റി സർവേയിങ്, സ്ട്രക്ചറൽ ഡിസൈൻ പോലുള്ള, അതുപോലെ തന്നെ MEP ഡിസൈൻ പോലുള്ള കോഴ്സസ് ഉണ്ട്. അതൊക്കെ ഓൾറെഡി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വേണ്ട കോഴ്സസാണ്. അപ്പോൾ ഇതിനകത്തുള്ളൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സാണ് ബിം എന്ന് പറഞ്ഞ കോഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് ബിം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ തന്നെ ബിം is a digital representation of a building's physical characteristics that help improve efficiency and quality of construction projects. അതായത് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീറ്റ്ലി എഫിഷ്യൻസിയും അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്കൊരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു 100 നില ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അത് പ്രീ ഡിസൈൻ സ്റ്റേജ് മുതൽ അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് ഈ ഒരു ഡിജിറ്റൽ ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അവിടെ എഫിഷ്യൻസിയും കാര്യങ്ങളും കൂടും, അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് വർക്ക് എല്ലാ കാര്യങ്ങളും കൂടും. അപ്പോൾ ബിം ക്യാൻ ബി ത്രൂ ഔട്ട് ദ സൈക്കിൾ, ഒരു ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസൈൻ മുതൽ ഡിമോളിസേഷൻ വരെ, അതായത് നമുക്കൊരു ഡിസൈൻ തുടങ്ങി അത് പൊളിക്കുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സും നമുക്ക് ബിമ്മിലൂടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് കാര്യം. ഇതൊരു 3D വിഷ്വലൈസേഷൻ ആണ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് ഡിസൈൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. BIM 360, നെവീസ് വർക്ക്, ഓട്ടോഡെസ്കിൻ്റെ, അതുപോലെ റിവെറ്റ്, ഇതുപോലെ സോഫ്റ്റ്വെയർസൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടെ കോഴ്സിനകത്തേക്ക് എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, അതിന് മുമ്പ് ഇത് ജസ്റ്റ് അതായത് ഡിസൈൻ സ്റ്റേജ് മുതൽ അതിൻ്റെ ആ ബിൽഡ് പ്രോസസ്സ് മുതൽ പിന്നെ അത് ഓപ്പറേഷൻ വരുന്ന സമയത്ത് മെയിൻ്റനൻസ്, തിരിച്ചാദ്യ ഒരു സൈക്കിൾ പോലെ ഒരു ബിൽഡിങ്ങിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ്ലി ഈ ബിം എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഒക്യുപ്പൈഡ് ആണ്. അതുകൊണ്ടാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ബിം സോഫ്റ്റ്വെയറിന് ഇത്രയും ഡിമാൻഡ്. ഓക്കെ, അപ്പം നമ്മൾ എൻട്രി ഈ കോഴ്സ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് തുടങ്ങിയ എല്ലാ കോഴ്സസും ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സിനെ വെച്ചിട്ടാണ്, ഇത് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ വെച്ചിട്ടാണ് നമ്മൾ കോഴ്സസും കാര്യങ്ങൾ ഈ കോഴ്സസും അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിമ്മിൻ്റെ അത് നോക്കുകയാണെങ്കിൽ കോഴ്സ് ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 7 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ പ്രൊഫഷൻസാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. നമുക്കറിയാം ഒരു എൻട്രീൻ്റെ ഒരു വേ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും. അതിനകത്ത് വരുന്ന കണ്ടൻറ്റുകൾ നമ്മൾ പഠിച്ചെടുത്തിട്ട് ലൈവിൻ്റെ അകത്ത്, അതായത് നമ്മളിപ്പോൾ ലൈവ് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അബ്രോഡൊക്കെയുള്ള ലൈവ് പ്രോജക്റ്റ് ആയിരിക്കും നമുക്ക് ഡിസ്കഷൻ്റെ അകത്ത് വരുന്നത്. ആ ഡിസ്കഷനകത്ത് വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിയിൽ, നിങ്ങളിപ്പോൾ ജോലിക്ക് കയറി ഒരു കമ്പനിയിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊക്കെ അതുപോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയുള്ള ആളുകളെടുത്ത് നിങ്ങൾക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മുടെ ഇൻട്രാക്ഷൻ സെഷനൊക്കെ ഉണ്ടാവുക. അപ്പോൾ റെക്കോർഡിംഗ് ക്ലാസ്സസിൻ്റെ അകത്ത് നമുക്ക് ബേസിക് ടൈംസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം ലൈവിൻ്റെ അകത്ത് ഒരുപാട് ഇൻട്രാക്റ്റീവ് സെഷൻ്റെ അകത്ത് ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, 6 മന്ത് മെമ്പർഷിപ്പാണ് നമ്മൾ വരുന്നത്. 6 മന്ത്സിലാണ് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വരുന്നത്. അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രി ഇൻട്രാക്ഷൻസ് ഉണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, അതുപോലെ ലൈവ് പ്രൊജക്ട്സ് ഫ്രം മിഡിൽ ഈസ്റ്റ്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യം? നമ്മളിപ്പം എൻട്രിയിൽ ഇപ്പോൾ QS കോഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് 8 പേര് ആ ഇൻ്റർവ്യൂവിന് സെലക്റ്റഡ് ആവുന്നുണ്ട്.
ഓക്കെ, അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ടെക്നിക്കൽ നോളജ് വളരെ കൂടുതലാണ്. നമ്മൾ കോഴ്സ് കംപ്ലീഷൻ്റെ സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കംപ്ലീറ്റ് സ്റ്റഡി പ്ലാറ്റേൻ്റെ അകത്ത് 1-2 അസൈൻമെൻറ്റ്സ് ഉണ്ടാകും. ഈ അസൈൻമെൻറ്റ്സ് ബേസ്ഡ് ഓൺ ലൈവ് പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കറക്റ്റായിട്ട് അവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ലൈവ് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡിൽ നിന്ന് വരികയാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളായിരിക്കും അവിടുന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അവർക്ക് അത്രയും സക്സസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അത് ഇത്രയും എഫിഷ്യൻ്റായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നതും ഇതുപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ കോഴ്സസ് കൊടുക്കുന്നതുകൊണ്ടാണ്. കാരണം ഇപ്പോഴും ഖത്തറിലും അതുപോലെ തന്നെ അബ്രോഡ് സ്ഥലങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്ക് എല്ലാ കോഴ്സസും എടുക്കുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ റിയാലിറ്റി ഇപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അറിയാം. അതിൻ്റെ ബേസിലാണ് അവർ ക്ലാസ്സും കാര്യങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മളൊരു അക്കാദമിക്സും ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഗ്യാപ്പ് കംപ്ലീറ്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓൺലൈൻ കോഴ്സ് കൊടുക്കാൻ തന്നെ കാരണം. ഓഫ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഓൾറെഡി ഉള്ള ഫാക്കൽറ്റീസിനെ വെച്ചിട്ട് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ഇൻഡസ്ട്രിയിൽ വലിയ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫാക്കൽറ്റീസിനെ വെച്ച് പഠിപ്പിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ്. ഓക്കെ, അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ തന്നെ ഇത്രയും എഫിഷ്യൻ്റായിട്ട് കോഴ്സസും കാര്യങ്ങളും കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജോബ് മാർക്കറ്റിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സ്കില്ലും ഓൾറെഡി നിങ്ങൾ ഈ കോഴ്സസിനകത്തൂടെ ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ നിങ്ങൾ അച്ചീവ് ചെയ്യും? ഈ ജോബിൻ്റെ അകത്തേക്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് വേണം. ഈ ബ്രിഡ്ജിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളെ എൻട്രീൻ്റെ പ്ലേസ്മെൻറ്റ് ടീമാണ്. വലിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് ടീമിന് എൻട്രിക്ക് ഉണ്ട്. അതായത് മാർക്കറ്റിൽ വരുന്ന ജോബ്സും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം കറക്റ്റ് കോഴ്സസും കാര്യങ്ങളും പഠിക്കുക, അസൈൻമെൻറ്റ്സ് വെക്കുക. നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ കറക്റ്റ് പ്രോസസ്സിൽ അക്കാദമിക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. ആ ഷെയർ ചെയ്യുന്ന ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യുക. നമുക്ക് അതിന് വേണ്ടിയുള്ള ഹെൽപ്പും കൂടി ഉണ്ട്. കാരണം ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ CV ആണ്. ഓക്കെ, കരിക്കുലം വിറ്റ്, അതായത് റെസ്യൂമേ എന്ന് പറഞ്ഞ സാധനം. ഈ സാധനത്തിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് ATS സ്കോർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു റെസ്യൂമേ സെലക്റ്റഡ് ആവാൻ നിങ്ങൾക്ക് വേണ്ട കീവേഡ്സ് അടങ്ങിയ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ കീവേഡ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്? അപ്പോൾ ഈ കീവേഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു AI ടൂൾ വരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നല്ല ATS സ്കോറുള്ളതായിരിക്കും. നമുക്കറിയാം ഒരുപാട് ഇപ്പോൾ ഒരു 10 ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിന് 1000കണക്കിന് അപ്ലിക്കൻസ് വരും. ഈ അപ്ലിക്കൻസിൻ്റെ അകത്ത് ഒരിക്കലും മാനുവലി ഒരു റിക്രൂട്ടറിന് അതെങ്ങനെയാണെന്ന് തീരുമാനിച്ചെടുക്കാനോ അല്ലെങ്കിൽ ആരെ സെലക്ട് ചെയ്യണമെന്നോ അതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം CV സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൺലൈൻ ത്രൂ തന്നെയാണ് നടത്താറുള്ളത്. അങ്ങനെയാകുന്ന സമയത്ത് കുറച്ച് കീവേഡ്സ് ആയിരിക്കും അവർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മേഖലയിൽ കുറച്ച് കീവേഡ്സ് ആണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഈ കീവേഡ്സ് ഒക്കെ നമ്മുടെ CVൻ്റെ അകത്ത് അവർ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് എഴുതുന്ന രീതിയിൽ CV എഴുതുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു AI ടൂൾ നമ്മളായിട്ട് തന്നെ ബിൽഡ് ചെയ്തിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റി സർവേയിലും സ്ട്രക്ചർ ഡിസൈൻ MEP ഡിസൈനിലും ഇപ്പോൾ BIM ഡിസൈനിൻ്റെ കോഴ്സിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ CV ഗോട്ട് സെലക്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞാൽ HR ഇൻ്റർവ്യൂ സെഷനാണ്. ഓക്കെ, HR ഇൻ്റർവ്യൂ സെഷൻ ആ കമ്പനീൻ്റെ HR ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അത് പ്രോപ്പർലി അറ്റൻഡ് ചെയ്യാനുള്ള സെഷൻ നമ്മൾ കയ്യിലുണ്ടാവും. അതൊരു ഫസ്റ്റ് അസൈൻമെൻറ്റ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം മോക്ക് ഇൻ്റർവ്യൂസ്. നമുക്കറിയാം ടെക്നിക്കൽ സെക്ഷൻ നിങ്ങൾ എത്ര പഠിച്ചാലും നമുക്കറിയാം ആ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിൽ കിട്ടുന്ന ഒരു ഐഡിയാസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈവ് പ്രോജക്റ്റിൻ്റെ ബേസിൽ വരുന്ന ഐഡിയാസ് ഇത് പ്രോപ്പറായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. പിന്നെ ഒരു അഡീഷണലി നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടി നമുക്ക് മോക്ക് ഇൻ്റർവ്യൂസ് നമ്മൾ എക്സ്പേർട്സായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം മുമ്പേ നമുക്ക് വേണമെങ്കിൽ ഒരു മോക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മൾ സക്സസ് ആയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിനകത്ത് എല്ലാ ആഡ് ഓണും നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്ത ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് റിസൾട്ട് സക്സസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും BIM-ൻ്റെ കോഴ്സുകളിലൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി സർട്ടിഫിക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ 3 സർട്ടിഫിക്കറ്റാണ് നമ്മൾ തരുന്നത്. കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, അത് എൻട്രിയുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതിൻ്റെ കൂടെ തന്നെ ലൈവ് പ്രൊജക്റ്റ്, നിങ്ങൾ ഒരു ലൈവ് പ്രൊജക്റ്റ് ബേസിലായിരിക്കും ആ ക്ലാസ്സും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അത് ഏത് ലൈവ് പ്രൊജക്റ്റാണ് ആ ലൈവ് പ്രൊജക്റ്റ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ NSDC സർട്ടിഫിക്കറ്റ്, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഈ 3 സർട്ടിഫിക്കറ്റാണ് നമ്മൾ കോഴ്സ് കംപ്ലീഷനിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. BIM-ൻ്റെ കോഴ്സായിട്ട് പറയുന്നത്. എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് പറയുന്നത് അബ്ദുൾ റഹ്മാൻ സാറുണ്ട്, അതുപോലെ തന്നെ സജിത് സാറുണ്ട്, ഉവൈസ് സാറുണ്ട്, ഫൈസ് സാറുണ്ട്. അപ്പം ഇത്രയും പേര് ഈ ഒരു ഫീൽഡിൽ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓരോ വിവിധ രാജ്യങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം മൾട്ടിപ്പിൾ കമ്പനീസിൽ ഓരോ BIM എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുപോലെ നമ്മൾ സോഫ്റ്റ്വെയർസ് കവർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അറിയാം. റിവെറ്റാണ്, അതുപോലെ തന്നെ നേവിസ് വർക്ക് വരുന്നുണ്ട്, BIM 360. ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ എന്തെങ്കിലും കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ ആഡ് ഓൺ ആയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും വരുന്നുണ്ട്. കൂടുതൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ടാകും, നിങ്ങൾ എൻ്റർ ചെയ്യുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര ഇൻഫർമേഷൻ ഉണ്ട്. എത്ര മൊഡ്യൂൾസ് ഉണ്ട്, നമുക്ക് ഈ ക്ലാസ്സസിനകത്ത് എന്തൊക്കെ വരുന്നുള്ള കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മളെ കോഴ്സ് PDF-നകത്ത് ഉണ്ടാവും. ആ PDF ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അവർ നിങ്ങൾക്ക് അയച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർലി ഈ BIM-ഉമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.
ഓക്കെ, താങ്ക് യു.